കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. കേസ് ഇപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുവാണ്. അതാ ഒരു ചെരുപ്പും ഇല്ലാതെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. വിളിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ ഇവിടെ ഇതൊക്കെ ചെരുപ്പുണ്ടാ? അതല്ലേ ഞാൻ പറഞ്ഞു. പനിയൊക്കെ പിടിച്ചു വരുന്ന ഒരു കടയിൽ മുമ്പ് അത് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഗേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോയി തക്കുടൂനെ വിളിക്കണം. ഇന്ന് നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അടുത്ത് മഴയാണ്. ഇവിടെയാണ് ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് കുറച്ചെങ്കിലും മഴ കുറവുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം നല്ല മഴയും ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റുന്നൊരു കാര്യം ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിട്ട്. ഓ കുറിഞ്ചി, നീ നനഞ്ഞോണ്ട് വന്നാടാ. തോർത്തെടുത്ത് വിടറാ പ്ലീസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഇനി തക്കുടും കൂടെ ഉണ്ട്. തക്കുടൂനും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് എന്തായാലും അത് പ്ലാൻ ചെയ്യാം. ഞാൻ എന്തായാലും പറയാം. ഇവനൊക്കെ രാജാവാണ്, വിളിക്കാൻ വരണം. നീ ആര്? രാജാവിന് 10 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇന്നലെ ഇവരുടെ അടുത്ത് പറഞ്ഞത് നടന്നില്ല. 9:50 എത്ര ആയപ്പോഴത്തേക്ക് എണീച്ചത്. അത് ശരി. അപ്പൊ നമുക്കിനി നേരെ ക്ലബിലോട്ട് പോവാം. വേറെ ആരെങ്കിലും ഉണ്ടാടാ? അതെ അതെ, ഇത്രയും നാളെ നമ്മൾ 3 വരെ ഉണ്ടായിരുന്നുള്ളൂ. പഠിത്തം തീർന്നപ്പോ റിജാസും കൂടെ ആയി 4. ഒന്ന് കാണിച്ചാണ്. വവ്വാലുണ്ടായിരുന്നു. പേരക്കയില് വവ്വാല്, പേരയിലുണ്ട് വവ്വാല്, കല്ലടിക്കലുണ്ട് അച്ചു. ഏതാ പ്രാസം? അച്ചു എന്താണ് കുട്ടിത്തം വിട്ടു മാറാത്ത? 20 വയസ്സായില്ലേ? നല്ല ശരീരം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടനെ ഇപ്പൊ വീട്ടുകാര്. ഓ പെണ്ണ് വേണ്ട. കേസ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആലോചിച്ച. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ കണ്ട 2 സിഗ്മകളിൽ ഒന്നായിരുന്നു ഇത്. വേറെ സിഗ്മയാണ് പോണത്. സത്യം പറഞ്ഞാൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ടുള്ള സിഗ്മകളായിരുന്നു അവര്. ഇപ്പൊ പിന്നെ കുറച്ച് മെസ്സേജ് വരുന്നോണ്ട് 2 പറ കോഴികളായി. അല്ലടാ, നീ സിഗ്മയാണോ? നീ സിഗ്മയാണോ? സിഗ്മ അല്ലേ? സിഗ്മ ആണോ അല്ലേ? കണ്ടാ 2 ഉത്തരം നിൽക്കാതെ ഒറ്റ ഉത്തരം. എനിക്ക് അങ്ങനെ ഒരു എനിക്കൊന്നും പൊരുത്തപ്പെടാൻ പറ്റൂല. പെണ്ണുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റൂല. അതാണ് ഇവന്റെ പ്രശ്നം. ഇവ കളറ പോകുന്നതൊക്കെ ആമ്പിള്ളേരെ നോക്കാനാണ്. സിഗ്മ, റിയൽ സിഗ്മ. നീന്ത പറഞ്ഞല്ലേ? അതിനെ കോഴിന്ന് പറയും. അല്ല അത് പിന്നെ ഫൈൻ. ഒരു കാര്യം പറയാണ്ട്, എടാ നീ സിഗ്മയാണെന്ന് ഞാൻ വന്നപ്പോ നീ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് തോന്നൽ. അയ്യോ, ഞാൻ നാട്ടിൽ വന്നപ്പോ സിഗ്മ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് പെണ്ണ് കിട്ടാത്തത് കൊണ്ടുള്ള സിഗ്മകളായിരുന്നു. എന്താ അല്ല നീ ഇതെന്തിനു പറയണ്ട. സന്തോഷായി. ഇതൊക്കെ ഇവരുടെ ഇമോഷണൽ ഡ്രാമയാണ് കേട്ടാ. അപ്പൊ നമ്മള് ഇന്ന് റിജാസിന്റെ ആരെ വിടറത്? റിജാസിന്റെ ഉമ്മാമാരെ വിടങ്ങാണ്ടാണ് നമ്മള് ആ ഒരു ഫ്രിഡ്ജ് എടുത്തോണ്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. കിളിമാനൂർ ഇരിക്കുകയാണ്. അല്ല കല്ലറല്ലേ? കല്ലറന്ന് വരാനുള്ള ഒരു സമയം എടുക്കും. ഒരാൾക്കുള്ള എടുക്കാനേ ഉള്ളൂ. അപ്പൊ പിന്നെ അച്ചു എടുക്കും. അപ്പൊ ഇന്ന് ഒരാൾക്കുള്ള ഞാൻ വിചാരിച്ചു 2 പേർക്ക് പിടിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ അച്ചുവും തക്കുടും കൂടെ പിടിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇത് അച്ചുവിന് സിമ്പിൾ, ഒരാൾക്ക് പിടിക്കാനുള്ള കാര്യമുള്ളത്. ഉണ്ട്, പക്ഷെ അച്ചു ഒരാൾക്ക് എടുക്കാനുള്ളതേ ഉള്ളത് നീ പറഞ്ഞു. ഇപ്പൊ വണ്ടി വരുമ്പോ ഇനി നമുക്ക് പോയാലോടാ. അല്ല ഒരാൾക്കുള്ള ഇതല്ലേ ഉള്ളൂ. നീ എന്നില്ലേ വണ്ടി വരുന്നിരുന്നില്ലേ? തട്ടി കയറ്റിട്ട് നീ അങ്ങ് കയറി വാ. കളിപ്പാട്ടു നീയല്ലേ പറഞ്ഞ ഒരാൾക്ക് എടുത്ത് വെക്കാന്നുള്ളതേ ഉള്ളു വണ്ടി വരട്ടത്. നീ തക്കുടു നിക്കണില്ല. നീ നില്ലടാ. വാ തുറന്ന പാവണ കേട്ടാ. ഞാൻ ഇതപ്പോ എന്തായാലും വണ്ടി വന്നിട്ട് നമുക്കിത് തട്ടി വണ്ടി കയറ്റാം. ഈ ഒരു കൊമ്പില് ചാടി പിടിക്കുമെന്ന് പറഞ്ഞാൽ അച്ചു ഫെയിലായി. എനിക്ക് ഒരു ചാൻസ് ഒരു ചാൻസ് ഉണ്ട്. നീ നിന്നില്ല എത്ര പൊക്കമുണ്ടെന്ന് കാണിച്ചു. അല്ല പിടിച്ച് തൂങ്ങിക്ക് എത്ര പൊക്കമുണ്ട് നോക്കാണ്ട. എത്ര പൊക്കമുണ്ട്. ഇനി അവൻ ചാടി. റൊണാൾഡോയുടെ ജെയ്സി കിട്ടിനാണ് അച്ചു.
അയ്യോ ഫെയിലായി തൊടയൊക്കെ ചെയ്യും കൊള്ളാം. ഇപ്പൊ അതൊക്കെ അവന്റെ ഇഷ്ടം. ഓ പിന്നെ നീ നേരത്തെ ഓടിക്കൊണ്ട് തന്നെ ചാടിയത് മിണ്ടായി. ഓ വണ്ടി ഇതാ വരുന്നു. അരച്ച് തുമ്മിക്കൊണ്ടൊരു വണ്ടി വരുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റിയാസിൻ്റെ ഉള്ളിലോട്ടോ. നമ്മള് ഫ്രിഡ്ജ് എടുത്ത് ഈ ചെറിയ വഴി കൂടെ കൊണ്ടുവന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് റിയാസിന്റെ വീട്. അപ്പൊ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണം. നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഞാനും ഓക്കെയാണ്. ഇവിടെ ഒരുത്തന് പയ്യ മേലനങ്ങാത്ത പയ്യനാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാടി കൊണ്ടുപോകണം. കേസ് അങ്ങനെ നമ്മൾ അവന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കേസ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പണ്ടൊന്ന് മാങ്ങ എറിയായിരുന്നടാ. കിട്ടില്ല മാങ്ങയിരുന്നത്. കിട്ടില്ല മാങ്ങയായിരുന്നു അല്ലേ ഇത്? മാങ്ങയും പേരിക്കും. പണ്ട് ഇവനെ പള്ളിയിൽ വിടുന്ന സമയത്തൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുമായിരുന്നു. മാങ്ങ ചായ നിനക്കിനി ചായ അല്ലടാ. ഓ നീ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുടിച്ചത്. കേറി അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം. കേസ് അങ്ങനെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മുടെ തക്കുടുവിന്റെ മുടി ചെറുതായിട്ടൊന്ന് വെട്ടാന്ന് വിചാരിച്ചു. ഫുള്ള് വെട്ടി മുട്ട അടിക്കുവാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇല്ല, ചെറിയൊരു പരിപാടി, മിനിക്ക പരിപാടി ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാട്ടുമ്പുറത്ത് അങ്ങോട്ട് പോവാം. അല്ലേ തക്കുടു? അതെ. അപ്പോൾ നമുക്കിനി നേരെ കാട്ടുമ്പുറത്തോട്ട് പോവാം. ഗീസ് അങ്ങനെ നമ്മൾ മുടി വെട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കാണെന്ന് തോന്നുന്നു. ഗീസ് നമ്മളൊരു ലൈം കുടിക്കാൻ വേണ്ടി കാട്ടുമ്പുറം ഫുള്ള് കറങ്ങുവാണ്. എങ്ങും ലൈമില്ലൊക്കെ ആയി. നമുക്ക് എവിടെ നിന്നെങ്കിലും ചോദിച്ചു നോക്കാം. ഞാനൊരു മോദകം. നിനക്കെന്തോ വടേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണെന്ന് അറിയില്ല. ഭയങ്കര വിശപ്പാണല്ലേടാ. നാളെ പോലെ പണിക്ക് പോകണമെന്ന് വെച്ചാൽ വിശക്കൂല. വിശക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന ചതിക്കരുത്. ഗീസ് അപ്പോൾ 2 വെള്ളം വന്നിട്ടുള്ളൂ. ഒന്ന് എനിക്കും ഒന്ന് അച്ചുവിനും. ഉമ്മാർക്കില്ല. ഗീസ് അങ്ങനെ നമ്മളിതാ മുടിവെട്ട് കടയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ ഫ്രണ്ടിൽ നല്ല തിരക്ക്. പിന്നെ ഇവൻ്റെ മുടി ഒരുപാട് ഉള്ളത് കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നീ കാടെല്ലാം വെട്ടി തള്ളിക്ക് നോക്കിയോ? അതിന് പനിക്കോ? അത് 1 മില്യൺ. പനിയുള്ള ഒരാളെ വീട്ടിൽ ഉണ്ട്, അവനെ കൊണ്ടുവന്നാ മതിയോ? ആര് സാധനം കാണിച്ചില്ല. ഇവന്റെ കയ്യില് ഫുള്ള് അടയാളമാണ്. ഇവൻ തന്ന അടയാളം. വെറുതെ ഇവനെ ഉപദ്രവിക്കുന്നത് കണ്ട. ഇപ്പൊ കൊടുത്തതാണ്. എവിടെയാണ്ട് ഇത് ഇപ്പൊ കൊടുത്തതാണ്. വേറെ ഇതിന് മുമ്പ് തന്നെ തൊട്ടപ്പുറത്ത് വേറെ ഏതാ ഉണ്ടായിരുന്നല്ലോ. ഈ കയ്യില് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉണ്ട്. ഇതാണ്ട് ഇത് പിന്നെ ഈ തൊട ഫുള്ള്. അത് തൊടയിലൊക്കെ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇവ ഭയങ്കര മൃഗീയമാണ്. കട്ടച്ചോര മോന്ത തെറിച്ചല്ലേ. അപ്പൊ ഇവന്റെ തൊടയിൽ നിന്റെ മുഖത്ത് രക്തം തെറിക്കണമെങ്കിൽ നീ കടിച്ചു കാണും. ഈ നാട്ടില് നിന്ന് കഴിഞ്ഞാ ശരിയാവൂല, നശിച്ചു പോകും ഞാൻ. നിന്റെ വീട് എവിടെയാണ്? എറണാകുളം. മേശിരിമുക്കല്ലേ? എറണാകുളം. നീ എന്തിനാ ഇവനെയൊക്കെ എന്തിനാ നമ്മളങ്ങോട്ട് വരുന്നത്? 2.5 കിലോമീറ്റർ നടന്ന് നമ്മളങ്ങോട്ട് വരും. നമ്മുടെ ഇത് കിലോമീറ്ററാ. പിന്നെ മേശിരിമുക്കുന്ന അതൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഇല്ലെന്ന് നീ തെളിയിച്ചാ? 1 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചാ എനിക്ക് എന്തെങ്കിലും? നീ പിന്നെ അങ്ങോട്ട് ഇറങ്ങരുത് അല്ലേ? ഉറപ്പാണ്. ഇനി മുതൽ അമ്മ സത്യം അച്ഛൻ സത്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. 1 കിലോമീറ്റർ ഉണ്ടാന്ന് നോക്കാം. ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത്. എന്റെ ആദ്യത്തെ വീട് എവിടെയായിരുന്നു? നിന്റെ ആദ്യത്തെ വീട് എവിടെയാണെങ്കിൽ നീ അവിടെ നിന്നാ മതി. ഇപ്പൊ എവിടെ താമസിക്കണ? ഇപ്പൊ വീട് മാറിയാ എങ്കിലും 1 കിലോമീറ്റർ ഇല്ല. അവിടെ എന്തൊരു മുതുക്ക് പണി നടക്കണ്. അവിടെ പോയി കൂടെ പണി. ഇവന് ഞാൻ കണ്ടാടി വീടി കൊടുക്കും. ലേറ്റസ്റ്റ് ഇതുപോലെ ഉപദ്രവിക്കുന്ന കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ പട്ടീനെ കൊണ്ട് കടിപ്പിക്കണം. അങ്ങനെ നമ്മുടെ തക്കുടു ഇതാ മുടി വെട്ടാൻ കേറിയിട്ടുണ്ട്. എന്തോടാ റോമൻ റൈൻസാ? അപ്പൊ എന്തായാലും മുടിയൊക്കെ വെട്ടിട്ട് കാണാം. കഴിഞ്ഞ സുന്ദരനായ
ഇനി പോണിയിട്ടില്ല തക്കടു ഏതാ കൊള്ളാലേ ഓ ആറ്റിറ്റ്യൂഡ് നോക്കി ഓ ഒന്നും ചെയ്യണ്ട കൊള്ളാം കേട്ടാ നല്ലൊരു സൗണ്ടറാ ഇതിന് പറ ഈ നമുക്ക് ഇനി കുന്നിക്കടയിലോട്ട് പോകാം. അങ്ങനെ അച്ചുവിന് ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി മുതൽ ക്രെഡിറ്റ് കാർഡ് വെച്ചുള്ള കളികളാണ് ഗീസ്. അങ്ങനെ സമയം ഇപ്പൊ 5 മണിയായി. ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്നും നടന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ എന്നെ കൊറിയർ സർവീസ് DTDC കലറയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അമ്പൂന് എയർപോർട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചത് അത് കലറ വന്നിരിപ്പുണ്ട്. അപ്പൊ അങ്ങോട്ട് ചെന്ന് മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാണ്. അച്ചു എനിക്ക് തോന്നുന്നു ക്ലബ്ബിൽ കാണുമെന്നെങ്കിൽ അച്ചുവിനെ വിളിച്ചോണ്ട് പോയി. നമ്മുടെ കൊറിയർ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എല്ലാവർക്കും കൊറിയർ പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് എന്റെ കയ്യിൽ നമ്മുടെ സ്റ്റോറി എന്നുള്ള ഒരു കൊറിയർ വരുന്നത്. എന്തായാലും അത് പോയി എടുത്തിട്ട് വരാം. എക്സൈറ്റഡ് ആണ്. ഞാൻ പോയി നോക്കിട്ട് വരാം എങ്ങനെയാണ് കൊറിയറൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ടാണ് പോണേന്നൊക്കെ ഒന്ന് അറിയാലോ. കേസ് അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. എയ്സ് സ്റ്റോർ ഏതാ. അപ്പൊ നമ്മളെല്ലാരും ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ശ്രീകുട്ട എന്തിനാണ് കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കണല്ലേ. കേസ് എല്ലാം ഉണ്ട്. കഴി കേസ്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം എന്തായാലും പൊട്ടിച്ച് നോക്കാം. അയ്യോ കൈ അത് കൈയുടെ ശബ്ദമല്ലേ കേട്ടത്, വേറെ എന്തിനാ ശബ്ദം കേട്ടത്? ഞാൻ ഈ ഡോറടയ്ക്കുന്നതിന് കൈ ഇതിന്റെ ഇടയിൽ ഇരുന്ന് ഒരു കിരികിരാ സൗണ്ടും കേട്ട്. കുഴപ്പമില്ല, റോബോയാണ് പയ്യെ. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഇത് രണ്ടുപേരെ കൊറിയറാണ്. ഒന്ന് അമ്പൂൻ്റെതും പിന്നെ ഒന്ന് നമ്മുടെ വിഷ്ണുവാണ്. എന്റെ വിഷ്ണുവാണ്. എല്ലാം തക്കുടൂരും കൊണ്ട് കയറി ക്രെഡിറ്റ് കിട്ടണ്ടേ. നാല് എയർപോർട്ട്. ഈ ക്വാളിറ്റി അല്ല പാക്കിംഗ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കൊള്ളാം. ഇത് രണ്ടെണ്ണം അമ്പൂന്. ഇതാണ് എയർപോർട്ട് കേട്ടാ. രണ്ടെണ്ണം നമ്മുടെ വിഷ്ണുണ്ണന്. ഓക്കെ, ഇതങ്ങനെ നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എയർപോർട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഗേസ്, അപ്പം നമ്മുടെ ശ്രീകുട്ടിനും അവന്മാരൊക്കെ ബൈക്കിലാണ് വന്നത്. അവന്മാരെ വണ്ടി ഇതോ പഞ്ചർ എന്തോ പറ്റിയിട്ട് അവന്മാരിപ്പോ നടന്നു വരുവാണ്. അവന്മാരെ പിക്ക് ചെയ്യാം. എന്ത് പറ്റിയടാ? ഓയിൽ മാറി, ബ്രേക്ക് നോക്കി. ഞാൻ പറഞ്ഞു ബ്രേക്ക് വേണം. പിന്നെ വണ്ടി ഓടി കൊറേ ഓടി. നമ്മൾ ഇങ്ങ് വന്ന് ഇവിടെ എത്തി കുറ്റിയോട് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്ന് എന്റെ ഉമ്മുമാരോട് അവരെ കണ്ടു നിൽക്കും. സംസാരിച്ചിട്ട് വണ്ടി കയറുന്നത് വണ്ടി നീങ്ങാൻ കരിയണു. വണ്ടി കയറ്റിയത് അത് വേറെ സത്യം. എന്നെ കയറ്റിയതല്ലേ, ഇവനെ കയറ്റി. നിന്നെ കെട്ടിയതിനു ശേഷം അവനെ കയറ്റിയതിനു ശേഷം അച്ഛനെ ഒന്നും പറയുന്നില്ല. കേറി അപ്പൊ നമുക്ക് നേരെ ഇനി ക്ലബിലോട്ട് വല്ലതും പോവാ. ഗേസ്, അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. ഗേസ്, നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ട് വയനാട്ടിൽ വലിയൊരു ദുരന്തത്തോടെ നടന്നത്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടി എന്തെങ്കിലും കളക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് ഞാൻ നിങ്ങളിവിടെ കാണിക്കാം. എന്തായാലും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഇതിലോട്ട് നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ ചേർന്ന് ചെറിയൊരു ഫണ്ട് അയച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പിരിച്ചിട്ട് ഒരു തുക കൊടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഇനി ഇപ്പോൾ ആവശ്യമില്ല, പിന്നത്തേക്കേ ആവശ്യമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്തായാലും അത് ചെയ്യുന്നില്ല. ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാന്നാണ് 2 ദിവസം കൊണ്ട് വിചാരിച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ന് നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു തുക നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അനിയന്മാരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഒരു രാത്രി കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ചി വ്ളോഗായിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.